ശ്രീമന്നാരായണീയം ദശകം 10 സൃഷ്ടിഭേദങ്ങൾ. ശ്ലോകം 5. അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഏകാദശാഹ്വയതയാ ച വിഭിന്നരൂപം രുദ്രം വിധായ ദയിതാവനിതാച്ഛ ദത്വാ താവന്ത്യദത്ത ച പദാനി ഭവത്പ്രണുന്ന പ്രാഹ പ്രജാവിരജനായ ച സാദരം തം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, സനകാദികള് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാര് സൃഷ്ടി നടത്തുവാനായിട്ട് ബ്രഹ്മാവ് ആവശ്യപ്പെട്ടപ്പോൾ അതിനെ നിരസിച്ചു. ബ്രഹ്മാവിന് കോപം വന്നു. ആ കോപം ഉള്ളിൽ അടക്കാനുള്ള ശ്രമത്തിനിടയിൽ പുരുകക്കൊടികളുടെ മധ്യത്തിൽ നിന്ന് ഭഗവാന്റെ അവതാരമായ മൃഡൻ ഉണ്ടായി. ഉണ്ടായ വഴി തന്നെ കരഞ്ഞു വിളിച്ച് എനിക്ക് പേരുകളും സ്ഥാനങ്ങളും തരൂ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു. അങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് രുദ്രൻ എന്ന് പേരുണ്ടായി. ഇനി ഭവത് പ്രണുന്ന. അനന്തരം ബ്രഹ്മാവ് നിന്തിരുവടിയുടെ ഭഗവാന്റെ പ്രണുന്ന പ്രേരണയ്ക്കനുസരിച്ച്, ഭഗവാന്റെ പ്രേരണയ്ക്കനുസരിച്ചാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഏകാദശ ആഹ്വയതയാ. രുദ്രന് ഇവിടെ ബ്രഹ്മാവ് പേരുകൾ കൊടുക്കുകയാണ്. ഏകാദശ 11 പേര് വിളിച്ചിട്ട്, ആഹ്വയതയാ 11 പേര് വിളിച്ചിട്ട്, വിഭിന്ന രൂപം ച വിധായ അതിന് ചേർന്ന അത്രയും രൂപങ്ങളും നൽകി. വിഭിന്നമായിട്ടുള്ള അത്രയും രൂപങ്ങളും കൊടുത്തു. പിന്നെ ദൈത പ്രിയപ്പെട്ട പ്രിയതമകളായ വനിതകളെയും 11 ഭാര്യമാരെയും ദത്വാ കൊടുത്തു. താവന്തി പദാനിജ അദത്ത അത്രയും പദങ്ങളും സ്ഥാനങ്ങളും അതത്ത കൽപ്പിച്ചു കൊടുത്തു. രുദ്രന് 11 പേരുകളും കൊടുത്തു, 11 സ്ഥാനങ്ങളും കൊടുത്തു, 11 ഭാര്യമാരെയും കൊടുത്തു. എന്നിട്ട് സാദരം തം, സാദരം അപ്പ രുദ്രൻ വിനീതനായി, വിനയമുള്ളവനായി. അങ്ങനെയുള്ള തം അദ്ദേഹത്തോട്, രുദ്രനോട് പ്രജാവിരജനായ പ്രാഹച പ്രജകളെ സൃഷ്ടിച്ചാലും, ഇപ്പൊ നീ പറഞ്ഞതെല്ലാം ഞാൻ തന്നു, ഇനി നീ പ്രജകളെ സൃഷ്ടിച്ചാലും സൃഷ്ടികർമ്മത്തിൽ ഏർപ്പെട്ടാലും എന്ന് പ്രാഹച അരുളി ചെയ്യുകയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.